ഹലോ ഗേസ്, ഞാനിവിടെ എന്താ ചെയ്യാൻ പോണെന്നറിയാം? പഴ ചിപ്സ്. അതായത് ഇത് ശരിയാവുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. നമ്മൾ ഈ ബേക്കറിയിലൊക്കെ കാണണം പഴ ചിപ്സ് ഇല്ലേ, അതുണ്ടാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ്. എന്തായി തീരുമെന്ന് എനിക്കറിയില്ല. ഇതിപ്പോൾ കട്ടി കൂടി പോയെന്നാണ് തോന്നുന്നത് അരിഞ്ഞത്. അതായത് ഞാൻ കാണിച്ചിട്ടില്ല. ഇങ്ങനെ വട്ടത്തിന് അരിഞ്ഞ് വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ഫസ്റ്റാണ് ഞാൻ ഇങ്ങനെ പഴ ചിപ്സ് ഇടുന്നത്. ശരിയാവുമെന്ന് എനിക്കറിയില്ല. ഞാൻ ട്രൈ ചെയ്യുകയാണ്. ഇച്ചിരി എണ്ണയൊക്കെ ഒഴിച്ച് ഞാൻ ചെയ്യുന്നുണ്ട്. കാരണം ഇതാണ് ഇതിൻ്റെ കോല. നോക്കിയോ, കണ്ടോ? മിക്കവാറും ഇത് ശരിയായി കിട്ടുമെന്ന് തോന്നുന്നില്ല. കാരണം ഇതിലായിട്ട് നമ്മൾ ഇച്ചിരി ഉപ്പും മഞ്ഞളും കൂടി ഇത് കുറവാണല്ലോ. ചിപ്സിന് നമ്മൾ ഡയറക്റ്റായിട്ട് ഉപ്പും മഞ്ഞളും ഇടാറില്ല. അപ്പം ഞാനിതിൽ ശകലം ഉപ്പും മഞ്ഞളും എടുക്കുകയാണ്. ഇതിനാന്നറിയാം, മഞ്ഞ കളറിൽ ഇരിക്കാനാണ്. അപ്പം നമ്മളിതിങ്ങനെ കുറഞ്ഞ് കളിക്കുകയാണ്. കരിയാണ്ടിരിക്കാൻ മതി. ഇപ്പൊ ഒരു കരിഞ്ഞ മട്ടാണ്. എന്തായി ഇരുപതായി. ഇത് കടയിലൊക്കെ നല്ല ഭംഗിയായിട്ട് അവരുണ്ടാക്കിയിട്ട് നമ്മൾ വാങ്ങി കഴിക്കാറുണ്ട്. അപ്പോൾ ഏത്തമ്പഴം മോക്കോട്ടത്തുനിന്ന് കിട്ടിയ കോഴയടുത്തെന്ന് പറഞ്ഞാൽ അവർ NCCയുടെ ഗ്രൂപ്പിൽ നിന്ന് അവിടെ എന്തൊക്കെ ഫങ്ഷനായിരുന്നു. അപ്പോൾ ഏത്തമ്പഴമൊക്കെ എവിടെ കൊണ്ടുവച്ചാൽ കഴിക്കില്ല. അപ്പോൾ അതൊന്ന് ഇങ്ങനെ ട്രൈ ചെയ്യാന്ന് വിചാരിച്ചു. എണ്ണയിലുള്ള കറിയാണെങ്കിൽ സൂക്ഷിച്ച് കളിച്ച് കൈപോലും. ഇനി ഇത്രയും കൂടെ ഉണ്ട്. ഇങ്ങനെ കഴിച്ചെടുക്കുന്നു. കളയണ്ടല്ലോ എന്ന് വിചാരിച്ച് ചെയ്യുന്നതാണ് കേട്ടോ. അത് ചോറ് വേണ്ട, വേവിക്കുകയാണ് ചോറ്. അത് ഞാൻ ഇപ്പോൾ കഴിക്കാനുള്ള ചോറുണ്ട്. ഇത് വൈകുന്നേരത്തേക്ക് വേണ്ടിയുള്ള ചോറാണ്. എനിക്കല്ല, വേറെ വീട്ടിൽ ബന്ധുക്കളുണ്ട്. ബന്ധുക്കൾ വന്നു, അവർക്ക് വേണ്ടി കൊടുക്കാനില്ല. അപ്പോൾ വേറെ ഞാൻ എന്താ മേടിച്ചെന്നറിയോ? ഇത് കടയിൽ നിന്ന് വാങ്ങിയതാണ്. ഈ ടിഷ്യൂ പേപ്പർ അടക്കം കോഫി ഇട്ട് വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ എന്തൊക്കെയാണെന്ന് എനിക്കറിയില്ല. എന്തൊക്കെ പലഹാരങ്ങളാണ്. കിഴങ്ങ് വട, അല്ല ചമ്മന്തി, മുളക് ചമ്മന്തി. അപ്പോൾ അതാണ് എനിക്ക് തിന്നാനല്ല കേട്ടോ. നിങ്ങളെ ഞാൻ തടി കുറച്ചിട്ട് ഇതൊക്കെ തിന്നണമെന്നൊന്നും പറയരുത്. വേറെ വീട്ടിലെ മകളുണ്ട്, ലിസ്റ്റുണ്ട്. ഓക്കെ, അപ്പോൾ അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് ട്രൈ ചെയ്യുന്നത്. അതുകൊണ്ടാണ് തിന്നാൻ പറ്റുന്ന ചിന്തിട്ടെ. പഴ ചിപ്സിന്റെ ഭംഗിയുണ്ടോ? കിറുപിറായില്ല. കൊടുത്തു ക്യാമറ. ഒരു നനഞ്ഞ പഴു അത്രയല്ലേ ഉള്ളൂ. തിന്നാൻ ടേസ്റ്റ് ഉണ്ടോ? തിന്നാൻ ടേസ്റ്റ് ഉണ്ടോ? പഴമല്ലേ, എണ്ണ കിടന്ന് പുതിർന്നതിന് തിന്നാൻ ടേസ്റ്റ് ഉണ്ടോ? അതന്നെയാണ് സ്പീഡ് കൂട്ടി. ഇവിടെ ഇരുന്നാൽ അഴുകി പോകുന്നതിനെക്കാളും നല്ലത് അതല്ലേ. അപ്പോൾ ഞാൻ പലഹാരങ്ങളിൽ ഇതിനകത്താണ്. ഇതൊക്കെ എന്തൊക്കെയാണ്? ഓ, നല്ല എണ്ണ കേട്ടോ. ഓ, ഇതെല്ലാം ശരീരത്തിൽ കയറും. ഉള്ളിവട 2 ഇതെന്തര്? ഇതാണ് മുളക് പൊടി. ഇതെല്ലാം ചുമന്നിരിക്കുന്നത്. എൻ്റെ മഞ്ഞ കളറിലിരിക്കാത്ത ഇതെല്ലാം ചുമന്നിരിക്കുന്നു. മുമ്പൊക്കെ
മഞ്ഞ കളർ ഉണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല. കളർ പൊടിയാണെന്ന് തോന്നുന്നു. എൻ്റെ അമ്മയെ ചാകാട്ടില്ല. അപ്പോൾ അതാണ് പലഹാരം. അപ്പം ഞാനിവിടെ ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഫ്രൈ. ഒരു പരുവത്തിനായിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളെ ചോറും വെന്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് അതിൻ്റെ അടച്ചു വയ്ക്കാം ചോറിനെ. പിന്നെ അത് തിളച്ചിട്ട് വെന്തോളും. നമ്മുടെ കായാണ് ഞാൻ സൂക്ഷിച്ച് നിന്ന് ചെയ്തില്ലെങ്കിലോ ദേഹം കൊള്ളും. ഞാൻ കണ്ണാടി വെച്ചിരിക്കുന്ന എന്തെന്ന് വിചാരിക്കുന്നുണ്ടാവും അല്ലേ? തലവേദന എടുക്കും. മുമ്പൊക്കെ എനിക്ക് കണ്ണാടി ഉണ്ടായിരുന്നു, ഞാൻ യൂസ് ചെയ്യില്ല. ഇപ്പം എനിക്ക് തലവേദന എടുക്കും. ഓവർ ടെൻഷൻ അടിക്കുമ്പോൾ തലവേദന എടുക്കും. അപ്പം അതുകൊണ്ടാണ് ഞാനിപ്പോൾ കണ്ണാടി എടുത്ത് വെച്ചതാണ്. പിന്നെ മൊബൈൽ കമ്പ്യൂട്ടറൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് കണ്ണാടി ബെസ്റ്റായിട്ട് വേണം, നല്ലതായിരിക്കും. അല്ലെങ്കിൽ കണ്ണടിച്ച് പോകും. മുത്തശ്ശിയായില്ല, എല്ലാവരും തള്ളയെന്ന് വിളിക്കുന്നില്ലേ, അതുകൊണ്ട്. അപ്പോൾ നമ്മുടെ പരിപാടി നോക്കാം. അപ്പോൾ അത് ആയിക്കൊണ്ടിരിക്കുകയാണ്, റെഡ് കളർ ആയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അതിലോട്ട് ഇനി കൂടുതലിട്ട് കരിപ്പിക്കാതെ ഉപ്പും മഞ്ഞൾ കൂടി ഇടയിൽ ചെറിയിട്ട് ഇപ്പൊ ഞാൻ ഈ ന്യൂസ് പേപ്പറിൽ എണ്ണ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. ഇതിങ്ങനെന്താ റെസ്റ്റോറൻറ്റിലുള്ള ആൾക്കാരൊക്കെ എന്താ ചെയ്യുന്നത്? ചന്തക്കകത്താണെങ്കിൽ പഴം ചിപ്സ് വിലക്കുറവുണ്ട്. അതായത് 250 ഗ്രാമും 80 രൂപ. ഇത്രയും പാടുമെന്നൊക്കെ അത് വാങ്ങി കഴിച്ചാൽ പോരെ. ഞാൻ അങ്ങനെ ചെയ്യുള്ളൂ. ഇത് ലാസ്റ്റ് ഇനി ഞാൻ ഇങ്ങനെ ഉണ്ടാക്കില്ല. അത് പാടാം, നമ്മൾ വിചാരിക്കുന്ന ലെവലിൽ അത് കിട്ടത്തില്ല. അത് നല്ല ചെറുതായിട്ട് അരിഞ്ഞിട്ടാണ് അവർ നമുക്ക് ഫ്രൈ ചെയ്ത് തരുന്നത്. ചെറുതായിട്ട് ഇങ്ങനെ സിംപ്ലി ആയിട്ട് കപ്പ ഫ്രൈ പോലെയാണ് അവർ ചെയ്ത് തരുന്നത്. അപ്പം ഇത്രയും കൂടെ ഉണ്ട്, അത് കാലത്ത് തീരുവുണ്ട്. ഓക്കേ ഗൈസ്, അപ്പം ചായ കുടിയുണ്ടേ. ബൈ.